പി.വി. അൻവറിനെതിരെ പ്രകോപന മുദ്രാവാക്യവുമായി വീണ്ടും CPM. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈയും വെട്ടും കാലും വെട്ടും എന്നായിരുന്നു മുദ്രാവാക്യം. മലപ്പുറം എടപ്പറ്റയിൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിലാണ് പ്രകോപനം. പി. ശശി അയച്ച വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്ന് പി.വി. അൻവർ MLA. പി. ശശിക്കെതിരെ താൻ നൽകിയ പരാതി പൊട്ടിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല. കേസുകൾ ഇനിയും വരുമെന്നും പി.വി. അൻവർ പറഞ്ഞു. മറുപടി കൊടുക്കാം, ഉറപ്പല്ലേ? കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. സഭാ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ തീരുമാനിക്കാൻ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് ചേരും. അതിനു മുന്നോടിയായി CPM-ഉം CPI-യും നിയമസഭാ കക്ഷിയോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. അഭിപ്രായ ഭിന്നതകൾക്കിടയിലും സഭയിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തെയും പി.വി. അൻവറിനെയും നേരിടാനുള്ള മാർഗങ്ങളാകും ചർച്ച ചെയ്യുക. എന്നാൽ ADGP M.R. അജിത് കുമാറിനെതിരെ നടപടി വൈകിക്കുന്ന സർക്കാർ നിലപാടിലുള്ള പ്രതിഷേധം എങ്ങനെ CPI പ്രതിഫലിപ്പിക്കും എന്നത് നിർണായകമാണ്. CPI-യുടെ കക്ഷിയോഗത്തിലും ഇടതുമുന്നണിയുടെ യോഗത്തിലും CPI MLA-മാർ ഇക്കാര്യം ഉന്നയിച്ചേക്കും.